നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് കോളേജിലേക്ക് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മക്കൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ള സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റ് അപ്ഡേറ്റ്. അതായത് ഇവർക്ക് അവരുടെ അപേക്ഷയിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയം സിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുമായിട്ടുള്ള വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ പറയാനുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി എക്സാമിനേഷൻ എഴുതിയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ചിട്ട് ഓപ്ഷൻ കൺഫർമേഷനും അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റും എല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമും ഈ ഒരു സമയത്തായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂന്നിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി എക്സാമിനേഷൻ എഴുതിയ സ്റ്റുഡൻസിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി സൈറ്റിൽ എൻഡ് ആവുന്നത് ഈ വരുന്ന 16-ാം തീയതി രാത്രി 11:59 PM ഈ ഒരു ഫെസിലിറ്റി എൻഡ് ആവുന്നത്. അതിന് മുമ്പ് വരെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇനി പ്രധാനമായിട്ടും ആർക്കൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിലല്ല അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ ഒരു 10 കോളേജ് സെലക്ട് ചെയ്തു, 10 കോളേജ് വെച്ചു. പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് 5ാമത്തെ കോളേജാണ്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് 1ാമത്തെ കോളേജിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ അവിടെ കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കാണാനായിട്ട് പറ്റും. ആ ഒരു കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുവരെ അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇതുവരെ അഡ്മിഷൻ ഒന്നും കിട്ടാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കൺഫർമേഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു അലോട്ട്മെൻറ്റിന് ഓപ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി മറന്നുപോയി, ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ മറന്നുപോയി, മുമ്പ് ഒരു ഫേസിലും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷറായിട്ട് നിൽക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഈ ഒരു ഫേസിലുണ്ട്. സോ നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് സൈറ്റിനകത്ത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ കാണും. ആ ഒരു കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് വരും, അലോട്ട്മെൻറ്റ് ഫേസിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. ഇനി പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചില സ്റ്റുഡൻസിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ കോളേജ് തന്നെ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവും. അതായത് അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊന്നും പോകാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ആ ഒരു കോളേജ് കിട്ടിക്കാണുകയും ചെയ്തു. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ടോക്കൺ ഫീസ് പേ ചെയ്ത സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്, അതായത് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. അതിനർത്ഥം എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയത് ആ ഒരു അഡ്മിഷൻ ഇവിടെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കിട്ടിയ കോളേജ് മതി, അതിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇനി പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ കൺഫേം ചെയ്തു, ഓപ്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തു. ഇനി സപ്പോസ് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് കിട്ടിയ കോളേജ് അഡ്മിഷൻ റദ്ദാവുന്നതായിരിക്കും. എന്നിട്ട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോയി ജോയിൻ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 19/8/2024 താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം തൊട്ട് പിറ്റേ ദിവസം 20-ാം തീയതി ഫൈനലായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ ഒരു ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. എത്ര രൂപ ഫീസ് അടയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഇങ്ങനെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം, അതായത് 21-ാം തീയതി മുതൽ 27-ാം തീയതി വൈകുന്നേരം 3 മണിക്കകത്തായിട്ട് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ കോളേജിൽ നിങ്ങൾക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി കാണുമല്ലോ. അപ്പോൾ ആ അഡ്മിഷൻ കിട്ടിയ കോളേജിൽ ഫീസ് അടച്ച് പ്രവേശനം നേടേണ്ടതാണെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ആർക്കിടെക്ചറിൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിലും സെയിം കേസാണ്. അവിടെയും ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ എൻഡ് ആവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 16-ാം തീയതി തന്നെയാണ്. 19-ാം തീയതി പ്രൊവിഷണൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഫസ്റ്റ് താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ 20-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ കേസ് പറയുകയാണെങ്കിലും 21-ാം തീയതി മുതൽ 24-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ഫീസ് അടച്ചിട്ട്, കോളേജിലായിരിക്കത്തില്ല ഓൺലൈനിൽ ഫീസ് അടച്ചിട്ട് നിങ്ങളുടെ പ്രവേശനം ഉറപ്പാക്കേണ്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ആർക്കിടെക്ചറിൻ്റെ കേസിൽ